Hello everyone, welcome back to Learn Wise Plus 2. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ TMA നെ കുറിച്ചുള്ള അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതിൽ നമ്മൾ നോക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് TMA വെയിറ്റേജ്. നമ്മൾ TMAയിൽ കിട്ടുന്ന മാർക്സ് നമ്മളുടെ ഫൈനൽ ഗ്രേഡ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ഗ്രേഡ്സിൽ TMA മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽസ് ഇല്ലാത്ത സബ്ജക്ട് നോക്കാം. അതായത് തിയറി സബ്ജക്ട്, നമ്മളെ എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, അങ്ങനെ പ്രാക്ടിക്കൽസ് ഇല്ലാത്ത സബ്ജക്റ്റുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മാക്സിമം മാർക്സ് വരുന്നത് 100 ആണ്. ഓക്കെ, മാക്സിമം മാർക്ക് 100. അതിൽ നമ്മൾ TMA കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 20 മാർക്സും ഫൈനൽ എക്സാമിന്റെ മാർക്ക് വരുന്ന 80 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമ്മളുടെ എക്സാം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ TMAയില് 20 മാർക്സിൽ 18 മാർക്സ് സ്കോർ ചെയ്തു ആൻഡ് ഫൈനൽ എക്സാമിൽ 80ൽ 60 മാർക്സ് ആണ് സ്കോർ ചെയ്തതെങ്കിൽ നമ്മളുടെ ടോട്ടൽ മാർക്ക് ഈ TMAന്റെ ഫൈനലും കൂടെ കൂട്ടിയിട്ട്, അതായത് 18 + 60 കൂട്ടിയിട്ട് 100ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 78 മാർക്ക് കിട്ടും. ഈ രീതിയിലാണ് നമ്മളെ TMA നമ്മളുടെ മാർക്സിനെ എഫക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത് 100 ആണ്, TMAന്റെ മാർക്സ് വരുന്നത് 20യും അതുപോലെ ഫൈനൽ എക്സാമിന്റെ 80 ആണ്. ആൻഡ് നമ്മൾ TMAയിൽ 20 മാർക്കിൽ ഒരു 18 മാർക്കോ അല്ലെങ്കിൽ 15 മാർക്കോ സ്കോർ ചെയ്തിട്ടുണ്ട്. ഫൈനൽ എക്സാമിൽ നമ്മൾ ഔട്ട് ഓഫ് 80 ഒരു 60 മാർക്കോ 50 മാർക്സോ സ്കോർ ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. നമ്മളെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് നമുക്ക് TMAയിൽ കിട്ടിയ മാർക്കും അതുപോലെ നമ്മൾ ഫൈനൽ എക്സാമിൽ കിട്ടിയ മാർക്കും രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 100 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽ, അതായത് നമ്മളുടെ തിയറി സബ്ജക്ട്സിൽ വരുന്ന കേസിൽ. ഇനി ഇതേ സമയം നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? പ്രാക്ടിക്കൽ സബ്ജക്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. പ്രാക്ടിക്കൽ സബ്ജക്റ്റിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TMA കോൺട്രിബ്യൂഷൻ 10 മാർക്സും തിയറി കോൺട്രിബ്യൂഷൻ 70 മാർക്സും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 20 മാർക്സും, അങ്ങനെയാണ് 100 മാർക്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സപ്പോസ് നിങ്ങൾ TMAയില് 10ല് 8 മാർക്ക് സ്കോർ ചെയ്തു. ഓക്കെ, 8 ഔട്ട് ഓഫ് 10 സ്കോർ ചെയ്തു. തിയറി എക്സാമിൽ 70ൽ നിങ്ങൾ 48 സ്കോർ ചെയ്തു. പ്രാക്ടിക്കൽ എക്സാം 20 മാർക്സിൽ നിങ്ങൾ 16 മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ ഈ 3 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ മാർക്ക് വരുന്നത്. അതായത് 8 + 48 + 16, അതായത് നിങ്ങൾ TMAന്റെ മാർക്ക്, ഫൈനൽ തിയറി എക്സാമിന്റെ മാർക്ക്, പ്രാക്ടിക്കൽ എക്സാമിന്റെ മാർക്ക്, ഈ 3 മാർക്കും കൂടെ കൂട്ടിയിട്ടായിരിക്കും നിങ്ങളെ ടോട്ടൽ സ്കോർ വരുന്നത്. ഇത് ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ, അതായത് കെമിസ്ട്രി ഒക്കെ വരുന്ന പോലെ പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിലാണ് ഈ ഒരു കേസ് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് നമ്മൾ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. TMAന്റെ വെയിറ്റേജ് പറയുന്നത് 20%, വിത്തൗട്ട് പ്രാക്ടിക്കൽസ് തിയറി സബ്ജക്റ്റിന് TMAന്റെ വെയിറ്റേജ് 20%, ഫൈനൽ എക്സാമിന്റെ വെയിറ്റേജ് 80%, ടോട്ടലാണ് നമുക്ക് 100% വരുന്നത്. ഇനി സബ്ജക്ട് വിത്ത് പ്രാക്ടിക്കൽസ് എടുക്കുകയാണെങ്കിൽ TMAന്റെ വെയിറ്റേജ് 10% ആണ്, ഫൈനൽ എക്സാം 70%, പ്രാക്ടിക്കൽ എക്സാം 20%, അങ്ങനെയാണ് 100 എടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ അപ്പൊ നമ്മൾ TMAയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ എക്സാമിന്റെ മാർക്കിനോട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ്, നമ്മൾ ടോട്ടൽ മാർക്ക് കൂടാനുള്ള നല്ലൊരു ചാൻസും ഓപ്പർച്യൂണിറ്റിയാണ് TMA എഴുതാൻ. TMA എഴുതാൻ വളരെ എളുപ്പമാണ്. കറക്റ്റ് ആയിട്ട് എഴുതി നമ്മൾ കറക്റ്റ് ഡേറ്റിന് ഡെഡ് ലൈനിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് TMA, നമ്മളെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. TMA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണെങ്കിൽ നമ്മളുടെ മാക്സിമം മാർക്ക് 100, TMA 20 മാർക്സിനും ഫൈനൽ എക്സാം 80 മാർക്സിനുമാണ്. അപ്പൊ നിങ്ങൾ TMA എത്ര സ്കോർ ചെയ്തു അത് പ്ലസ് ഫൈനൽ എക്സാമിൽ എത്ര സ്കോർ ചെയ്തു എന്നുള്ളതായിരിക്കും നിങ്ങളെ ടോട്ടൽ മാർക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ TMA ഔട്ട് ഓഫ് 10 ആണ് വരുന്നത്. തിയറി എക്സാം 70 മാർക്സും അതുപോലെ പ്രാക്ടിക്കൽ എക്സാം 20 മാർക്സും. ഈ മൂന്നെണ്ണത്തിൽ TMA, പ്രാക്ടിക്കൽ എക്സാം, തിയറി എക്സാം, ഈ മൂന്നിലും കൂടെ സ്കോർ ചെയ്ത ടോട്ടൽ സ്കോർ ആയിരിക്കും പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മളെ TMAന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ TMAന്റെ വെയിറ്റേജ് എങ്ങനെയാണ്, അതുപോലെ ഈ ഒരു വെയിറ്റേജ് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. I will be answering all that questions.
ആൻഡ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് +2 എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അവർക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്ത് ലേൺവൈസ് ലേണർ ആകാൻ വേണ്ടി പറ്റും. അതിലൂടെ അവർക്ക് ക്ലാസ്സസും എക്സാം സപ്പോർട്ടും TMA സപ്പോർട്ടും എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ NIOS റിലേറ്റഡ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു ലേൺവൈസ് +2 എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.